വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്കിങ്. എറർ സ്പോട്ടിംഗ് ഇൻ സെക്കൻഡ്സ്. വളരെ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാമെന്ന്. വളരെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ എടുത്ത്, ദ ഡൽഹി ഹൈക്കോർട്ട് which had resumed full-fledged physical listening from March 15 decided to again adapt the virtual mode of proceeding from April 9 to 23 in view of an alarming rise in COVID-19 cases in the national capital. No error. ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം, റേസ് എന്ന് പറഞ്ഞാൽ കൈ പൊക്കുക എന്നാണ്. നമുക്കിവിടെ റേസ് അല്ല, എന്ത് വരണം, റൈസ് വരണം. സി, വായിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ചു പോയാൽ ഇങ്ങനെയുള്ള പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇതെന്താ ചെയ്തത്? അവർ ഒരേ പ്രൊനൗൺസിയേഷൻ ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു വാക്ക് തന്നു. പ്രൊനൗൺസിയേഷൻ സെയിം ആവുന്നതുകൊണ്ട് വാക്കിന്റെ സ്പെല്ലിങ്ങും വാക്കിന്റെ മീനിങ്ങും സെയിം ആവണമെന്നില്ലല്ലോ. സോ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സോ ദ ആൻസർ ഈസ് ഇൻ ഡി ആണ് ആൻസർ. കിട്ടിക്കഴിഞ്ഞില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇത് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പിക്ക് ചെയ്തെടുത്ത അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. സോ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എറർ സ്പോട്ടിംഗ് എന്ത് എളുപ്പത്തിൽ വായിക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. The 3 accused who were arrested had an illegal stock of injection. They were selling it at 10,500, which is much higher than its original MRP. 11 injection bottles have been seized. No error. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സെന്റൻസിൽ വലിയ തെറ്റൊന്നുമില്ല. ദ 3 accused who were arrested കറക്റ്റ് ആണ്. ഹാഡ് an illegal stock of the injection. ഓക്കെ, ഇല്ലീഗൽ സ്റ്റോക്ക് ഓഫ് ദി ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. They were selling it at rupees 10,500, which is much higher than its original MRP. 11 rupees. Okay, injection bottles have been seized. ഇത് MRP എന്ന് പറഞ്ഞത് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, അതിന് ശേഷമാണ് 11 injection bottles have been seized എന്ന് പറയുന്നത്. സോ നമുക്ക് അവിടെ എറർ പറയാനായിട്ട് പറ്റത്തില്ല. സോ ദ ആൻസർ ഇസ് നോ എറർ. അടുത്തേക്ക് പോയാലോ. നെക്സ്റ്റ് വൺ, ചൈന ട്രൈ ടു ചേഞ്ച് ദ സ്റ്റേറ്റസ് quo in eastern Ladakh by the use of disruptive technologies without using force and thought that India as a nation will succumb to the pressure due to their technological advantage. Okay, to their technological advantage. രണ്ട് എറർ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് രണ്ട് എററും കണ്ടുപിടിക്കണം. And thought that India as a nation will succumb എന്ന് പറയുമ്പോൾ SUCCUMB അല്ലേ? ഓക്കെ, വിൽസ് കം. അതിലെ എന്താ പ്രശ്നം? നമ്മൾ വായിച്ചേ, ചൈന ട്രൈ ടു ചേഞ്ച് ദ സ്റ്റാറ്റസ് ക്വോ ഇൻ ലഡാക്ക് ബൈ ദ യൂസ് ഓഫ് ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജി വിത്തൗട്ട് യൂസിങ് ഫോഴ്സ് ആൻഡ് തോട്ട് ദാറ്റ് ഇന്ത്യ. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻസിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം എന്നറിയാം. ടെൻസിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വില്ലല്ല, അവിടെ എന്ത് വരണം? വുഡ് വരണം. ടെൻസിന്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുമ്പോൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വില്ലല്ല, ഇവിടെ വുഡാണ് വരേണ്ടതെന്ന്. കാരണം ആ ഒരു ടെൻസ് കൺസിസ്റ്റൻസി നമ്മൾ അതുപോലെ കീപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം സെന്റൻസ് കൊണ്ടുപോകാൻ. ടു ദ പ്രഷർ ഡ്യൂ ടു ദെയർ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്. ദയർന്ന് വരുമോ? ഇല്ല, ഇവിടെ ഇന്ത്യയുടെ കാര്യമല്ലേ പറയുന്നുള്ളൂ. സോ ഇറ്റ്സ് ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ്. സോ ഇവിടെ ആൻസർ എന്തായി? സിയും ഡിയും നമ്മുടെ ആൻസർ ആയി. സിയും ഡിയും വരുമ്പോൾ ബി ആണ് നമ്മുടെ ആൻസർ. ഇപ്പം രണ്ട് എറർ വന്നു. നിങ്ങൾക്ക് നമ്പേഴ്സ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്താണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ടെൻസിന്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം. ഓക്കെ, നോ എറർ വരാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്, അത് നിങ്ങൾ ഓർത്തോണം. പിന്നെ നമുക്ക് ഒരേ ടൈപ്പ് പ്രൊനൗൺസിയേഷനിൽ വേർഡിന്റെ സ്പെല്ലിംഗ് വ്യത്യസ്തത തന്നിട്ടുണ്ടാവും. പ്രൊനൗൺസിയേഷൻ സെയിം ആയിരിക്കും, വേർഡ് സ്പെല്ലിംഗ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് സ്പെല്ലിംഗ് നല്ലോണം ശ്രദ്ധിച്ചോണം. അപ്പം സ്പെല്ലിംഗ് മാറിയാൽ മീനിങ് മാറും. ഈ ഒരു 3 കാര്യം മനസ്സിലായല്ലോ. ആ 3 കാര്യം പറഞ്ഞാണ് ആ 3 ക്വസ്റ്റ്യൻ എടുത്തത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the overseas citizen of India will not be required to register by a fresh OCA card every time a new passport is issued in their name. The Home Ministry said no error. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ബൈ എ ഫ്രഷ് OCD കാർഡ് അല്ലെ? രജിസ്റ്റർ ബൈ അല്ല, രജിസ്റ്റർ ഫോർ. ഇവിടെ പ്രപ്പോസിഷൻ ആണ് പ്രശ്നം ഉണ്ടാക്കിയത്. Register for a fresh OCI card every time a new passport is issued in their name. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം. പ്രൊനൗൺസിയേഷൻ സിമിലർ ആണ്, സ്പെല്ലിംഗ് മാറുമ്പോൾ മീനിങ് മാറും. ഇവിടത്തെ ദയർ ഏതാ വരേണ്ടത്? THEIR ആണ് വരേണ്ടത്. സോ ദ ആൻസർ ഹിയർ ഇസ് ബി ആൻഡ് ഡി. ബിയും ഡിയും വരുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കിയാലോ. വി കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഇൻക്രീസസ് ഓഫ് ന്യൂ കേസസ്. ഞാൻ വായിച്ചപ്പോൾ തന്നെ പറഞ്ഞു ന്യൂ കേസ് അല്ല, ന്യൂ കേസസ്. Okay, we calculate the rate of increase of new cases, or increase in new cases എന്ന് പറയോ? Increase in new cases by looking at the daily new cases of the first and second waves at time points when the daily numbers were nearly equal. Okay, so we calculate the rate of increase in new case by looking at the daily new cases of the first
and second waves at the time points when daily numbers were nearly equal, no error. Okay, അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമുക്ക് പ്രപ്പോസിഷൻ ആണ് പണി തന്നത്, സിംഗുലർ പ്ലൂറാലിറ്റി പ്രശ്നം തന്നു. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് തന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾ 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടി ചെയ്യുക. ദാറ്റ് ഈസ് ടെൻസിന്റെ കൺസിസ്റ്റൻസി, ടെൻസ് നിങ്ങൾ നോക്കുക, പ്രിപ്പസിഷൻ നിങ്ങൾ നോക്കുക, ദെൻ അതുപോലെ തന്നെ ഈ പ്രൊനൗൺസിയേഷനിൽ തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പ്രൊനൗൺസിയേഷനിൽ തെറ്റിക്കുന്ന വേർഡ്, അതായത് അത് നോക്കുമ്പോൾ എന്ത് നോക്കണം? ബേസിക്കലി സ്പെല്ലിംഗ് നോക്കുക. ടെൻസ്, പ്രിപ്പസിഷൻ, പ്രൊനൗൺസിയേഷന്റെ സ്പെല്ലിംഗ് നോക്കുക. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വണ് സിംഗുലർ പ്ലൂറൽ സാധനം നമുക്ക് തന്ന് തെറ്റിക്കും. സിംഗുലർ പ്ലൂറൽ ആൻഡ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ഇതുപോലുള്ള കുഞ്ഞു ട്രിക്ക്, ഇതിപ്പോൾ ഞാൻ ട്രിക്ക് ഒന്നും പറയാണ്ടാണ് പറഞ്ഞത്, പക്ഷേ ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രിക്ക് ഉള്ള വീഡിയോ വേണമെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.